ഹലോ. അപ്പം എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം 3 ദിവസം കഴിഞ്ഞു. ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഞാൻ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തലേന്ന് ഞാൻ എൻ്റെ വെയിറ്റ് നോക്കിയപ്പം 145.3 ആയിരുന്നു എൻ്റെ വെയിറ്റ്. ഫസ്റ്റ് ഡേ ഞാൻ നോക്കിയപ്പം 144.9 ആയിരുന്നു. അത് ഞാൻ എം ടി സ്റ്റൊമക്കിലാണ് നോക്കിയത്. അപ്പം 2 ദിവസം കൊണ്ട് എനിക്ക് 900 ഗ്രാം കുറഞ്ഞിട്ടുണ്ട്. മിനിഞ്ഞാന്ന് നോക്കിയപ്പം 144 ആയിരുന്നു. 3rd ഡേയിൽ ഞാൻ നോക്കിയിട്ടില്ല. ഇനി 1 വീക്ക് കഴിഞ്ഞ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓൾറെഡി ഞാൻ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞതാണ് 1 വീക്ക് കൂടുമ്പോഴായിരിക്കും ഞാൻ അപ്ഡേഷൻ തരുന്നതെന്നുള്ളത്. പക്ഷേ എനിക്ക് എന്തോ നോക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ നോക്കിയതാണ് 2nd ഡേയും. അപ്പം ഞാൻ ചെയ്യുന്നതിന് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് നമുക്കൊരു മോട്ടിവേഷനാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഒപ്പം വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പേരുണ്ട്. അപ്പം ആരെങ്കിലുമൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ വെയിറ്റ് നോക്കുമ്പം ഉറപ്പായിട്ടും എം ടി സ്റ്റൊമക്കിലെ നോക്കാവുള്ളൂ. എം ടി സ്റ്റൊമക്കിലെ വെയിറ്റ് നോക്കാവുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കാര്യം വേറൊന്നുമല്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വെയിങ് മെഷീനിൽ കയറി നിൽക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് കാണിക്കത്തുള്ളൂ. അത് ചിലപ്പോൾ നമ്മുടെ ജേണീനെ ഒരു കോൺഫിഡൻസ് കുറവ് തോന്നിക്കും. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ജേണിക്ക് ഡയറ്റിനും എക്സസൈസിനും ഈക്വലി ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. 30% എക്സസൈസും 70% ഡയറ്റും എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്തോരം ഫുഡ് കഴിക്കുന്നതെന്നും ഞാൻ എങ്ങനത്തെ ഫുഡാണ് കഴിക്കുന്നതെന്നും ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഞാൻ എക്സസൈസ് ചെയ്യുന്നത് രാവിലെ ഞാൻ കുറച്ചു നേരം നടക്കും. ഇപ്പം നടന്നില്ലെങ്കിൽ തന്നെ ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഒരു 45 to 50 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യാറുണ്ട്. കുറെ പേരെന്നോട് കമന്റ് സെക്ഷനിലും അല്ലാതെ എനിക്ക് പേഴ്സണലി മെസ്സേജൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് വർക്കൗട്ട് ചെയ്യുന്നത്, അതിന്റെ ലിങ്ക് ഇടാവുന്നൊക്കെ. ഞാൻ ചെയ്യുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ്. അപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് കുറച്ചു നേരം നടക്കാൻ പോകാം. അല്ല ഇനി ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ എന്തെങ്കിലും വർക്കൗട്ടിലൊക്കെ ജോയിൻ ചെയ്യാം. നടന്നാൽ തന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അപ്പം മാക്സിമം നമ്മുടെ ബോഡി കുറച്ച് ആക്റ്റീവായിരിക്കാൻ നോക്കുക. എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് വെയിറ്റ് ലോസ് ജേണിയിലെ മെയിൻ പ്രശ്നം എനിക്കുണ്ടായത്, എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ആദ്യം തന്നെ എൻ്റെ ഷുഗർ അങ്ങ് മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്തു. തലവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു തലവേദനയായിപ്പോയി. അപ്പം അതിനുശേഷം ഞാൻ 2nd ഡേ തൊട്ട് ഇച്ചിരി മധുരം യൂസ് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നിലുമല്ല, ഞാൻ ചായക്കകത്ത് ഒരു ഇച്ചിരി മധുരം യൂസ് ചെയ്യാറുണ്ട്. ഒറ്റയടിക്ക് ചിലപ്പം ആർക്കും മധുരം കട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. എന്നാലും നിങ്ങൾ ഈ സ്വീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കാൻ നോക്കണം. ചായക്കകത്തോ അല്ലെങ്കിൽ കാപ്പിക്കകത്തോ ഒരു ഇച്ചിരി മധുരം, ഒരു പേരിനൊരു മധുരം ഇട്ട് കുടിച്ചാൽ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഒത്തിരി മധുരം കഴിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് ഷുഗർ കഴിച്ചാൽ നമ്മളത് ബോഡീനെ എഫക്ട് ചെയ്യും. അത് നമ്മുടെ ബോഡിയിൽ കാണാനും ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ടോട്ടലി എനിക്ക് ഷുഗർ ഇച്ചിരി ലോ ആണ്. അതുകൊണ്ടാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വെയിറ്റ് ലോസ് ജേണി മുമ്പോട്ട് കൊണ്ടുപോവുക. നമുക്ക് 1 വീക്ക് കഴിഞ്ഞിട്ട് എൻ്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോവുക. നമുക്ക് ഒരുപാട് ക്രേവിങ്സും കാര്യങ്ങളും ഒക്കെ വരുമായിരിക്കും. എന്നാലും മാക്സിമം നമ്മൾ തടയാൻ നോക്കണം. പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരിയൊക്കെ കഴിച്ചു, ഒരു കുഴപ്പമില്ല. അപ്പം നമുക്ക് 1 വീക്ക് കഴിഞ്ഞ് കാണാം കേട്ടോ. ഓക്കെ, ബൈ.